സമീപകാലത്തെങ്ങും കാണാത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചത്. പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാത്ത രാഹുൽ ഗാന്ധിയോട് സ്പീക്കർ ഇടയ്ക്ക് ക്ഷുഭിതനായി. ഒരു പതിറ്റാണ്ട് പതിവില്ലാതിരുന്ന കാഴ്ച. പ്രതിപക്ഷ നിരയുടെ പ്രതിഷേധത്തിൽ ട്രഷറി ബെഞ്ച് അസ്വസ്ഥമായി. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിക്കാൻ പ്രധാനമന്ത്രി എഴുന്നേറ്റപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ചില അവസരങ്ങളിൽ പ്രതിപക്ഷ മുദ്രാവാക്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെയും തടസ്സപ്പെടുത്തി. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രതിഷേധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ക്ഷുഭിതനായ സ്പീക്കർ രാഹുൽ ഗാന്ധിയോട് സമാധാനം ഉറപ്പാക്കാത്തതിൽ അതൃപ്തി അറിയിച്ചു. माननीय प्रतिपक्ष के नेता, ये शोभा नहीं देता आपको पर्याप्त समय पर्याप्त अवसर दिया है, ये शोभा नहीं देता. आप सदन में डायरेक्शन दो. माननीय नेता जो बोल रहे हो जब खड़े हो. ആദ്യ മിനിറ്റുകളിൽ അല്പം പകച്ചതായി തോന്നിച്ചെങ്കിലും പിന്നീട് പ്രധാനമന്ത്രിയും സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മടങ്ങിയെത്തി. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അഗ്നിപകരുന്ന കൂടുതൽ പരാമർശങ്ങളുമായി ട്രഷറി ബെഞ്ചിനെ സജീവമാക്കി. കോൺഗ്രസിന്റെ അഴിമതി, കള്ളം പറയുന്ന കുട്ടിയുടെ കൗശലമാണ് രാഹുൽ ഗാന്ധിക്ക്, അടിയന്തരാവസ്ഥ, നെഹ്റുവിന്റെ ദളിത് വിരുദ്ധത, ഹിന്ദുക്കൾക്കെതിരായ കോൺഗ്രസ് ഗൂഢാലോചന, അങ്ങനെ നീണ്ടു വിമർശനങ്ങൾ. इनके साथी हिंदू धर्म को उसकी तुलना डेंगू, मलेरिया ऐसे शब्दों से करें और ये लोग तालियां बजाएं, ये देश कभी माफ नहीं करेगा. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാദപ്രതിവാദങ്ങൾ ഇത്ര ശക്തമാകുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇതാദ്യമായാണ്. പ്രതിപക്ഷ നിര ശക്തമായപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് കാർക്കശ്യം കാട്ടിയെങ്കിലും സ്പീക്കറും നന്നേ പ്രയാസപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.